രാമനാഥ. രാമനാഥൻ അല്ലടോ, രാമനാറി. താൻ എന്നെ സസ്പെൻഡ് ചെയ്യും അല്ലേ? താൻ എന്റെ തൊപ്പി തെറിപ്പിക്കും അല്ലേ? ചുണയുണ്ടെങ്കിൽ എനിക്കെതിരെ ഒരു ചെറുവിരൽ എനക്കടോ. തന്നെ ഞാൻ വെല്ലുവിളിക്കുക. പക്ഷെ അതിനു മുമ്പ് തന്റെ കസേര ഞാൻ തെറിപ്പിക്കും. അതിനുള്ളതായത് കാണോ എനിക്ക്? കാണോടോ പരമ. കമ്മീഷണറെ, എന്റെ പ്രതിച്ഛായ തകർക്കരുത്. തന്റെ ഒരു പ്രതിച്ഛായ. മന്ത്രിയോ മന്ത്രിയുടെ മക്കളോ പ്രതികളായാൽ ഉടനെ അവരുടെ പ്രതിച്ഛായ തകരും. മാനവും മര്യാദയ്ക്ക് കഴിയുന്നവരെ മനഃപൂർവ്വം പ്രതികളാക്കി അവരുടെ ഛായയും പ്രതിച്ഛായയും തകർത്ത് അവരുടെ കുടുംബത്തെ ആത്മഹത്യയുടെ വക്കത്ത് വരെ എത്തിക്കുന്നത് തനിക്കൊക്കെ ഒരു ആനന്ദമാണ്. കാരണം അവരൊക്കെ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളാണല്ലോ. അതിന്റെയൊക്കെ തെളിവല്ലടോ പ്രമാദമായ ചാവറ പെൺവാണിഭ കേസ്. കേസിൽ ഉൾപ്പെട്ട പെണ്ണ് വേശ്യയാണെന്ന് അവളെ സമ്മതിച്ചാലും നിങ്ങൾ സമ്മതിക്കില്ല. അവളുടെ കന്യാത്വം നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞ് താൻ എത്ര പേരെയാണോ ജയിലിട്ട് ഇടിച്ചത്? അതിന്റെയൊക്കെ ശിക്ഷയാണ് അവരാച്ച ഇപ്പൊ കിട്ടുന്നത്. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു, ഇപ്പൊ അവിടെയും കമ്പ്യൂട്ടറാ, ഉടനെ കിട്ടും. എന്ത് വേണമെങ്കിലും ഞാൻ തരാം, ദേവി ഇതെന്നെ ഉപദ്രവിക്കരുത്. കേസ് ഇരുചവി അറിയാതെ ഞാൻ ഒതുക്കി തരാം, പക്ഷേ ചെലവുണ്ട്. എന്താ? എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ഏറ്റു. എങ്കിൽ മൂന്നാറിൽ കിടക്കുന്ന തന്റെ വക 100 ഏക്കർ ഏല എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ പറയുന്ന അഡ്രസ്സിക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. എസ്റ്റേറ്റോ? മൂന്നാറിലോ? എനിക്കോ? എന്ന് തരാമെന്നാ ഈ പറയുന്നേ? വിലപേശ് നീലങ്ങളെയല്ലേ. എന്റെ ഒരാള് അവറാച്ചൻ പറയുന്ന സ്ഥലത്ത് അവറാച്ചൻ വന്ന് കാണും. മാസ്റ്റർ കാസറ്റും എസ്റ്റേറ്റും പരസ്പരം കൈമാറിയതിനു ശേഷം താൻ സുഖസ്വസ്ഥമായിട്ടിരുന്ന് ഭരിച്ചോടോ. കേരള ജനത പുളകം കൊള്ളട്ടെ. തന്നെ പോലുള്ള നാറികൾ ഭരിച്ചാലേ ബാക്കിയുള്ളവന് 4 ചക്രം ഉണ്ടാക്കാൻ പറ്റൂ. ഇതൊന്ന് കണ്ടു നോക്ക്. അപ്പൊ പോട്ടെ. ഓ, ഇനി നാളെ സല്യൂട്ട് ചെയ്യാൻ എന്റെ തലയിൽ തൊപ്പിയില്ലാതെ പോയാലോ?